ഹലോ. അന്ന് നമ്മളെവിടെ വന്നേ? സ്വർണ്ണകഥയുടെ അവസാനം ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നമ്മൾ സ്വർണ്ണകഥയ്ക്ക് വന്നത്. അതായത് ബസ്സിൽ ഷോളയൂർ മുതൽ സ്വർണ്ണകഥ വരെ വന്നത്. ഇപ്പം ഞാൻ ആ സ്വർണ്ണകഥയുടെ ഇപ്പറയാണ് നിൽക്കുന്നത് കേട്ടോ. സ്വർണ്ണകഥയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇപ്പം ഞാനും ഉണ്ട്, അച്ചുകുട്ടിയും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് എന്തായാലും ഹർത്താലൊക്കെ അല്ലേ, ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരാമെന്നും പറഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞ് വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് വരാൻ വേണ്ടിയിട്ട്. അതിൽ ബാഗൊക്കെ വെച്ച് ഇതേ നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ ബാഗൊക്കെ വെച്ച് ഓടിച്ച് ഇതുവരെ എത്തിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി വീഡിയോ എടുക്കണമെങ്കിൽ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നല്ലൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ നിർത്തിയിട്ട്, അതായത് ആ സ്വർണ്ണകഥ അന്ന് വണ്ടി തിരിച്ചില്ലേ, അതിൻ്റെ തൊട്ടിപ്പുറം തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് അപ്പുറം നല്ലൊരു സൈറ്റൊക്കെ കണ്ടപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തിയതാട്ടോ. ഭക്ഷണമൊക്കെ ഞങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ട്. ആ ബാഗിൽ ഭക്ഷണമുണ്ട്, ഇഡലിയുണ്ട്, ചോറുണ്ട്, പഴങ്ങളുണ്ട്. അതൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇപ്പോഴൊന്നും വീട്ടിൽ പോവില്ല, ഇനി വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ച് പോവുള്ളൂ. പച്ചൂട്ടി ഇവിടുത്തെ കാഴ്ച കണ്ടപ്പോൾ എൻ്റെ അടുത്ത് അങ്ങോട്ട് മാറിയിട്ട് അപ്പുറത്ത് നിന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാഴ്ച നമുക്കൊന്ന് നോക്കാം. അതായത് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. താഴെ തെങ്ങിൻ്റെ മണ്ടകളൊക്കെ കാണിച്ചു തരാം. ഇവൻ കണ്ട അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. പോണ വഴിയിൽ പുഴയൊക്കെ ഉണ്ടെന്ന് നമ്മളോട് വരുന്ന വഴിയിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 മണി വരെയൊക്കെ കുഴപ്പമൊന്നുമില്ല, പൊക്കോ ഒരു പ്രശ്നവുമില്ല, വലിയ മൃഗങ്ങളൊന്നുമില്ല. പിന്നെ വലിയ മൃഗങ്ങൾ മീൻസ് വലുതായിട്ട് ആ സമയത്തൊന്നും ഇറങ്ങില്ല, ഒരു 5 മണിയൊക്കെ കഴിഞ്ഞാലേ ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതാണ് പറഞ്ഞത്, ഞങ്ങളൊരു കുന്നിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. തെങ്ങിൻ്റെ മണ്ടയ്ക്കാണ് നമുക്ക് കാണുന്നതെന്ന്. നല്ല ആഴുണ്ട് കേട്ടോ താഴേക്ക്. എവിടെ? താഴെ പറമ്പിൽ. അതിൽ വാഴ, കവുങ്ങ്, തെങ്ങ്, പിന്നെ അപ്പുറത്ത് മലനിരകളും. ഞാൻ പറയാറില്ല, അട്ടപ്പാടിയുടെ മിക്കവാറും പ്രദേശങ്ങളൊക്കെ ഒരുപോലെയാണെന്ന്. നമ്മൾ കാണുന്നവർക്ക് ഒരുപോലെ തന്നെയാണ് കേട്ടോ. അല്ല, എനിക്ക് ഏകദേശം ഒരുപോലെ തന്നെ തോന്നുന്നു. തലയ്ക്കുള്ളിൽ എന്തെങ്കിലും വേണം. ഓ ആയിക്കോട്ടെ. നമ്മളപ്പോൾ ഈ ഫ്രണ്ടിക്കുള്ള റോഡിൽ കൂടി ഇങ്ങനെയാണ് പോവുക. അത് കണ്ടോ, ഫ്രണ്ടിലത്തെ മലയുടെ ഒക്കെ ഒരു വ്യൂ. മേഘങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പരമാവധി ദൂരേക്ക് ഫ്രണ്ടിക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ പോയി നോക്കാം. അച്ചൂട്ടിയാണെങ്കിൽ കാഴ്ചകൾ കണ്ടിട്ട് എൻ്റെ ഒപ്പം നിൽക്കുന്നേ ഇല്ല. അപ്പോൾ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി കളിക്കുകയാണെന്ന്. പ്രത്യേകിച്ച് ഹർത്താലായതുകൊണ്ട്, ഹർത്താലല്ല പണിമുടക്കായതും കൊണ്ട് ഇവിടെയൊക്കെ ഒഴിവുമല്ലേ, അതുകൊണ്ട് ആരും പുറത്തൊന്നുമില്ല, വാഹനങ്ങളും ഇല്ല. ഏതോ ഒരു വണ്ടി വരുന്നുണ്ട്, ജീപ്പ്. അത്രയ്ക്ക് തന്നെ ഉള്ളു വാഹനങ്ങൾ പോകാനുള്ളത്. വീടൊക്കെ ഉണ്ട് കേട്ടോ. അതേട്ടാ വീട്. ഇവിടെയൊക്കെ ഫെൻസിങ് ഇട്ടിരിക്കുക. ഫെൻസിങ് വെയിൽ കാരണം ഞാനൊരു ഷോളൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഷോളിൻ്റെ ആവശ്യമൊന്നുമില്ല, എങ്കിലും വെയിൽ കൊള്ളും വേണ്ടല്ലോ, അല്ലെങ്കിൽ പല്ലുവേദനയാണ്. ഇതാ ഈ സൈഡ് നീരിറങ്ങിയിട്ട്. അപ്പോൾ ആ നീരിറക്കം ഇനി കൂടണ്ട, രാത്രി ഉറക്കമില്ലാതാവണ്ട പറഞ്ഞിട്ട് ഷാളൊക്കെ തലയിലിട്ടിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്തൊരു ഭംഗിയാണ്, നല്ല കാറ്റും തണുപ്പും ഉണ്ട് കേട്ടോ. ഫെൻസിങ് ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ടോ. എൻ്റെ ചേച്ചിമാർ തോട്ടത്തിൽ പണിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം അതേ ഈ വഴി ഇങ്ങനെ നേരെ പോണത് എടവാണി പറഞ്ഞൊരു സ്ഥലത്തേക്കാന്നാ പറഞ്ഞേ. അപ്പം നമുക്കും അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. എടവാണി എത്തുമെന്നറിയില്ല. അതായത് കുറേ ദൂരം ഈ റോഡ് പോയി കഴിയുമ്പോൾ അവിടെ ഒരു ചോലയുണ്ടെന്ന്, അതായത് മലവെള്ളം ഒഴുകി വരുന്ന നല്ല വലിയൊരു ചോലയുണ്ട് ഇത്ര. അപ്പോൾ അവിടെ വണ്ടി അങ്ങോട്ട് കയറുമോയെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ആ ചോലയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പോയി നോക്കാം. കയറിയില്ലെങ്കിൽ നമുക്ക് ആ ചോലയിൽ യാത്ര അവസാനിപ്പിച്ചിട്ട്, എടവാണിയൊന്നും എത്തില്ല, അവസാനിപ്പിച്ചിട്ട് നമുക്കവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാം. പിന്നെ പറ്റുന്ന ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും കൂടി പോവാട്ടാ. നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കാട്ടോ. അമ്മ ആരെയും ഇതൊക്കെ ആന വരുന്ന സ്ഥലമാണ്. ഫുള്ള് ഫാൻസിങ്ങൊക്കെ ചക്ക ഇരിക്കുന്നു രാവിലെ. അപ്പോൾ ഫോണ് ഞാൻ അച്ചൂസിൻ്റെ കൈ കൊടുക്കുകയാണ്. അപ്പോൾ അവനാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ അപാകതകളൊക്കെ കാണും. നേരെ പിടിച്ചാൽ മതിയിട്ട് അച്ചു. നമ്മൾ വന്ന് പുഴ എത്തി. പുഴയിലൊക്കെ ആളുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ട് ഒരു ആംബുലൻസ് പോണു. അതല്ലാതെ ഈ പുഴയുടെ അറ്റം തൊട്ട് എടുക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഒരു ആംബുലൻസ് ആ പുഴ കടന്ന് പോണു കണ്ടോ. അപ്പോൾ ഇവിടെ വെള്ളം കയറി അപ്പുറത്തേക്ക് പ്രവേശനം ഇല്ലാന്ന് അർത്ഥം അല്ലേ. ആംബുലൻസ് ഇതേ കയറി. നമ്മുടെ വണ്ടി നമുക്ക് അപ്പുറത്തേക്ക് കടത്താം. അതേപോലെ പുഴയിൽ വെള്ളമൊന്നുമില്ല, ഉരുളൻ കല്ലുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതുണ്ട്, ആ കുറേശ്ശെ ഇടയിൽ കൂടി വെള്ളം പോണതേ ഉള്ളൂ.
അപ്പോൾ ഇത് കൂടിയാണ് ഇപ്പോൾ ആംബുലൻസ് പോയത്. ആദ്യം നമുക്കൊന്ന് കടന്ന് പരീക്ഷിച്ചിട്ട് വരാം. വാച്ചു പോ, നിരക്ക് പോവാ, പുഴയിലിറങ്ങാം. തണുപ്പുണ്ടാവും കേട്ടോ വെള്ളം. അപ്പം ഞങ്ങൾ ഇതേ പുഴയ്ക്ക് ഇറങ്ങാൻ പോവാണ്. പുഴയിൽ ആൾക്കാരുണ്ട്. ആ റോഡിട്ടിരിക്കുന്ന പുഴയിൽ കൂടി വെറുതെ അല്ല ആംബുലൻസ് പോയത്. അയ്യോ തണുപ്പുണ്ടോ ഐസ് കട്ട മലവെള്ളം അല്ലേ? കാലൊക്കെ ഇപ്പൊ വൃത്തിയാവും. ആൾക്കാർ ഇതൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ, വണ്ടിയൊക്കെ കഴുകിട്ട്. മീനാ? ആ മീൻ. എത്ര മീനാ നമുക്ക്? പുഴയുടെ അപ്പുറം കിടക്കട്ടെ, നല്ല സുഖമുണ്ട്. നല്ല തണുത്ത വെള്ളമല്ലായാലും. അയ്യോ ഒന്ന് വന്നില്ലായിരുന്നെങ്കിലോ? അതൊക്കെ കാണാൻ പറ്റുമോ? കല്ലിന്റെ പുറത്തേക്ക് എന്ത് വേണ്ട. കുഴി പോയി ചാടല്ലേ? കുഴിയൊക്കെ ഉണ്ട് ഇവിടെ പുഴയിൽ. ആഹാ കാണണ്ട. നമ്മള് വന്ന റോഡ്. എന്റെ പുറകിൽ എന്തിനാ വരുന്നത്? വേറെ സ്ഥലത്ത് കൂടി വന്നൂടെ? നല്ല പരന്ന് കിടക്കണ പുഴ. എന്തൊരു ഇതേ അവിടുന്ന് വരുന്നു പുഴവെള്ളം. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വട്ടം കറങ്ങാൻ നിന്നിട്ട് ഇതെന്താ അങ്ങോട്ട് അവിടെ റോഡിൽ നിന്നിട്ട് നമ്മൾ കാണിച്ചില്ല. ആൾക്കാരൊക്കെ വരുന്നിട്ടാ. ആ ഒരുത്തൻ പുഴയിലെത്തി മീനിനെ തപ്പാൻ തുടങ്ങിയിട്ടാ. ബാഗിൽ കുപ്പി അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മീനിനെ കിട്ടിയാൽ പിടിക്കണം എന്നും പറഞ്ഞിട്ട് ഞാൻ ഈ പുഴയ്ക്ക് വീഡിയോ എടുക്കട്ടെ. അവനവിടെ മീനെ എടാ നീ ഒളിച്ചു പോവല്ലേ? നിങ്ങൾക്ക് വെള്ളച്ചാട്ടം പതഞ്ഞൊഴുകണു. ഇതൊക്കെ കല്ലൊക്കെ വഴുക്കലുണ്ടോന്ന് അറിയില്ല. എന്ത് കിളിയാ അച്ചു? അച്ചു അതെന്ത് കിളിയാ? നോക്കിടാ, തത്തമ്മയല്ലല്ലോ. ഇത് തത്തമ്മയാണോ? നോക്ക്, അതിന്റെ കഴുത്തിൽ വട്ടൊക്കെ ഉണ്ട്. തത്തയാ? ഇത് എന്ത് കിളിയാന്ന്? തത്തമ്മ. എവിടെ ക്യാമറയിൽ കാണാനില്ല. അവിടെ കണ്ടോ? ക്യാമറയിൽ കാണാനില്ല. നടക്കുന്നത് വരക്കൊമ്പി കൂടി. ആ ഒരെണ്ണത്തിന് ചുവന്ന ചുണ്ട്, ഒരെണ്ണത്തിന് കറുത്ത ചുണ്ട്. ചുവപ്പ് കൂടി കറുത്തതായിരിക്കുമോ? നല്ല വെള്ളാട്ടോ അത്. അവര് പാത്രത്തിൽ മുക്കിയിട്ട് പോകുന്ന കണ്ടോ? എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും. അവരെന്തിനെ കൊണ്ടുപോട്ടെ, പാത്രത്തിൽ മുക്കി കൊണ്ടുപോകണു. നല്ല കുടിവെള്ളമാണ്. ഞങ്ങൾ വലിയ കാര്യത്തിൽ വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ എടുത്തിട്ടാണ് വന്നേ. പുഴയുടെ ഈ അറ്റത്തേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നത്. ഈ അറ്റമല്ല, ഇവിടുന്ന് ഒഴുകിയിട്ടാണല്ലോ ആ പരപ്പിൻ്റെ അവിടെ എത്തുന്നത്. പളുങ്ക് പോലെയുണ്ട്. അച്ഛ ഒരു ആന കിടക്കണ. അച്ഛോ ആന കിടക്കണോ? ആന പാറക്കല്ല് വാലൊക്കെ ഉണ്ട് അച്ഛ. അതിന് വാല് എന്നാ ഹിപ്പോപ്പൊട്ടാമസ് ആയിരിക്കും. ഹിപ്പോപ്പൊട്ടാമസ്. തല കാണാനില്ല, വാലൊക്കെ ഉണ്ട്. വാല് നോക്ക്. ആ കറക്റ്റ് വാലൊക്കെ ഉണ്ട്. അതൊരു പാറ പൊട്ടിച്ചിരിക്കാട്ടാ. തലല്ല. ആ ആംബുലൻസ് ഇതേ എവിടെയോ പോയി തിരിച്ചു വന്നിട്ട് ഇതേ പോണു. ഇപ്പൊ നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ അകലേന്നല്ലേ കാണിച്ചേ. കേറിപ്പോയി. അതിന്റെ അപ്പുറം ഒരു നായ വരുന്നുണ്ട് കേട്ടാ. എടാ പട്ടി വെള്ളം കിടക്കുന്നുണ്ട്, ഞാൻ എടുത്തിട്ട് വരാ. അയ്യോ അത് നടന്നു വരുന്നു നോക്ക് വെള്ളത്തിൽ കൂടി. അമ്മേ നമുക്കത് ഇക്കരെ കടന്നിട്ട് വീഡിയോ ഓഫ് ആക്കട്ടാ. എന്നിട്ട് അടുത്ത വീഡിയോ എടുക്കാൻ നോക്ക് വരുന്നേ. അച്ഛാ നോക്കടാ. ഒരു നോക്ക് നടന്ന് വരുന്ന നോക്ക്. അത് സുന്ദരി.
അയ്യോ നടന്നു ഇങ്ങോട്ട് പോരെ ഒലിച്ചു പോട്ടെ വെള്ളത്തിൽ കൂടി. ഇവിടുത്തെ നായ്ക്കും എല്ലാം അത് ശീലമാണ്. പാവം എല്ലും തോലുമായി. നോക്ക് നോക്ക് അവനതിനെ വിളിക്കാം. അവന് പിന്നെ എവിടെ പോയാലും എന്നെ പേടിച്ചിട്ട് അത് വെള്ളം ഒഴുക്കുള്ളോടത്ത് കൂടി പോന്നു. കടന്നു. നല്ല വെയിൽ. ഇന്ന് വൈകുന്നേരം വരെ നാളെ വരെയൊക്കെ ഇവിടെ നിർത്തിയാൽ നമ്മൾ ഈ പുഴയിൽ തന്നെ നിൽക്കും. പക്ഷേ ഇവിടെ നിൽക്കണില്ല. നമുക്ക് കുറേ ദൂരം അങ്ങ് മേലെ പോയി നോക്കാം. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഈ പുഴയോട് കൂടി അവസാനിക്കണ്ടല്ലോ. ഞാൻ വരാം. ഒറ്റ അവിടെ വെള്ളത്തിലിറങ്ങി നിന്നിട്ടേ അവന് കയറാൻ പറ്റുന്നില്ല. ഞാൻ പോയി കൈ പിടിച്ചാലേ അവൻ കയറുള്ളൂ. ആര് പറഞ്ഞാവും. ഞാൻ പറഞ്ഞതുകൊണ്ട് കയറി വന്നു. പിന്നെ തൊക്കെച്ചാ കാലം ഷോളുണ്ട് വെക്കടാ. നമ്മൾ അവിടുന്ന് കണ്ട പുഴയുടെ ഒരു ഭാഗാട്ടത്. ആനയ്ക്ക് ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് വാഴ കൃഷി കാറ്റടിച്ചിട്ട് വാഴയുടെ ഇല മുഴുവൻ തീറാത്ത ഒരു ഇല മാത്രം ഇല്ല അതിൽ. ഞങ്ങൾ വന്ന് ഇതെന്താ അങ്കണവാടി, ഒരു അംഗൻവാടി എത്തിയിട്ടുണ്ട്. അതായത് എഴുതിയിരിക്കുന്നത് താഴെ ഭൂതയാർ അങ്കണവാടിയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വന്ന് അപ്പോൾ ഊരാണെന്ന് കണ്ടപ്പോൾ നമ്മളെ ഊരിൽ കൂടി ഇങ്ങനെ കയറി ധൈര്യത്തിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പുഴ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, വേറൊരു പുഴയുണ്ട് ഈ അങ്കണവാടിയുടെ അപ്പുറത്ത്. എൻ്റെ പല്ലും തന്നെയും കൊണ്ടേ പോകുള്ളൂ എന്ന് തോന്നുന്നു ഈ വെയിലിൻ്റെ ചൂടൊക്കെ കൂടി. എന്നാലും സാരമില്ല, നിങ്ങളെ സ്ഥലമൊക്കെ കാണിക്കാമല്ലോ. ഞാനും ഇത് കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ വന്നപ്പോൾ അതിൽ വഴിയുണ്ട് കേട്ടോ. പോയോക്കാം ബാച്ചു. അയ്യോ അത് വഴിയല്ലേട്ടാ, കുറച്ച് ദൂരം വരേക്കുള്ള ഒരു വഴിയേ ഉള്ളൂ. വേണ്ട അവിടെ ചളിയാച്ചോ. വണ്ടിയൊക്കെ നിർത്തി ഒരു കല്ലൊക്കെ ഇട്ടോർത്ത് കൂടി ചാടിയൊക്കെ പോണുണ്ട്. ഉരുണ്ട് വീഴല്ലേ? ഇല്ല, ഞാണ്ട് പോണ്ട അമ്മേ, വേണ്ട. ഇവിടെ മറിഞ്ഞ് വീഴും. ആ അല്ല, അവിടെ വഴിയുണ്ട്. അയ്യോ ചാടി ഇങ്ങോട്ട് ചാടിയാൽ മതി. ഞാൻ ചാടിയോടത്തേക്ക് ഒരു പുഴ ഇപ്പൊ കാണിച്ചു തരാം. ബേബി സൂക്ഷിച്ചു വരണേ. ചീവീട് ഒച്ചുണ്ടാക്കണു അവിടെ നിന്ന്. ആ മരത്തിൽ ചീവീട് ഉണ്ടച്ചോ, ക്രീന്ന് ഒച്ചുണ്ടാക്കണു. ആ ഹായ്, അങ്ങോട്ടൊക്കെ ഇറങ്ങണമെന്നുണ്ട്. ആ വഴിയുണ്ട്, ബാറ്റ് വീഴാതെ വരണേ. ചെറിയൊരു വരമ്പത്ത് കൂടി അങ്ങ് നടക്കുന്നത്. അതാണ് ഞാൻ വീഴാതെ വരണേന്ന് പറയണത്. ഹായ്, വളഞ്ഞ വഴി. അച്ചോട്ട് പൊട്ടിയിട്ടുണ്ട്, ഇവിടെ പൊട്ടിയിട്ടുണ്ട്. നോക്കി വാട്ടാ, ഇവിടെ മതിലിടിഞ്ഞിട്ടുണ്ട്. ആ തണല്. അയ്യോ നമ്മളെ എവിടെയോ എത്തിച്ചോ. ഇതാണോ ഭൂതത്തങ്കട്ട്? നമുക്ക് പാറക്കല്ലേ അമ്മേ. അവിടെ രണ്ട് പ്രേതങ്ങൾ പോയിട്ടുണ്ട്. ഇതേ 1 2 ഒരെണ്ണം പളകിൽ ഒരെണ്ണം മുന്നിൽ. അയ്യോ ഇവിടെ കയറണോ? നീ കയറ ആദ്യം. ഞാനെങ്ങനെ കയറും? നിന്നാ മതിയോ? എങ്ങനെ കേറടാ? ഡ്രസ് പൊങ്ങണില്ല. നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടിട്ടുള്ള സന്തോഷാട്ടാ, വേറെ ഒന്നുമല്ല. അപ്പൊ അടുത്തൊരു വെള്ളച്ചാട്ടം കാണിച്ചു തരാം. അങ്ങനെ പോവല്ലേ? അങ്ങോട്ട് വേണ്ട, ഇവിടെ നിന്ന് നോക്കിയാ പോരെ? എന്നാ ശരി, വീട്ടിലിറങ്ങിക്കോ. ഞാൻ അങ്ങോട്ട് തന്നെയില്ല, ഞാൻ ഇവിടെ നിന്നിട്ട് എടുക്കണം. അങ്ങനെ പോയല്ല, ഇനി അങ്ങോട്ട് പോവണ്ട. ആ എനിക്ക് ഇവിടുന്ന് കാണണ്ടേ. അപ്പൊ അതേണ്ട വെള്ളച്ചാട്ടം നമ്മുടെ പുറകില് ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാട്ടാ. താഴെ ഭൂതയാർ പുഴയിലെ വെള്ളച്ചാട്ടം കണ്ട. മലയെന്നപ്പോ എത്രത്തോളം വെള്ളം ഇവിടെ വേരുണ്ടാവുന്നു ഓർത്ത് നോക്ക്.
പതഞ്ഞു പൊങ്ങി വരുന്നതില്ലേ. നല്ല സൈലന്റ് ഏരിയ. ഭാവിയിൽ ഇനി ഇങ്ങോട്ട് വരാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ പറ്റണ കാലം നമുക്ക് ഇവിടെയൊക്കെ വന്ന് വീഡിയോ എടുത്തിട്ട് പോവാം. ഇന്നിപ്പോൾ ഒഴിവായതും കൊണ്ടായിരിക്കും ആരും കാണാനൊന്നുമില്ല. അച്ഛൻ നമ്മളധികം ഇവിടെ നിൽക്കണ്ട. എന്താ വെച്ചാൽ ആനയൊക്കെ ഇറങ്ങും പറഞ്ഞില്ല, അത് ഓർമ്മയില്ല. വെള്ളം കണ്ടപ്പോൾ അതൊന്നും ഓർമ്മയില്ല. ആ കയറിക്കോ. വല്ല കൊമ്പനും വന്നാ ഏരിക്കൂടെ വരികയെന്ന് പറയാനും പറ്റില്ല. ഓർമ്മയില്ലാതെ ആ പുറകെ എവിടെ വന്നാലും അറിയില്ല. അപ്പൊ ഇതാണ് ഒരു കാട്ടുചോലാട്ടാ. വല്ല കൊമ്പനോ കരടിയോ മറ്റേ പുലിയോ എന്തെങ്കിലും വന്നാൽ അറിയില്ലെന്ന് പറഞ്ഞപ്പോ നമ്മുടെ അച്ചൂട്ടി സ്ഥലം വിട്ടു. അവൻ അവിടെ എത്തി. നോക്ക്, എന്നെ ഇട്ടിട്ട് പോവുകയാണ് കള്ളേ. കൊമ്പൻ വന്നാൽ എന്നെ പിടിച്ചോട്ടെ എന്ന് പറയാൻ പറ്റില്ലാട്ടാ. അവിടെ വരും. അത്രയ്ക്ക് കാടും മലയും ഇതൊക്കെയാണ്. അയ്യോ ഇനി ഇവിടെ ഇറങ്ങണ്ടേ? ഇറങ്ങിയ പുഴയെ കിടക്കോ അച്ചോ? അയ്യോ ഇറങ്ങി. ചെറിയൊരു വഴി കൂടിയാ പോണ്. ചെറിയൊരു നമ്മൾ വന്ന മരപ്പ് നോക്ക്, ചെറുത്. അതിൻ്റെ പുറത്ത് കൂടി അപ്പം നടന്നു വരില്ല. അപ്പോൾ പല്ലി പല്ലി പല്ലി. അപ്പം ആ ഇടിഞ്ഞു പൊളിഞ്ഞതും കഴിഞ്ഞു. ഇനി നേരെ അവിടെ പോയിട്ട് ഈ പുഴയുടെ അവിടെ പരന്ന് കിടക്കുന്ന റോഡ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അവിടെ പോയിട്ട് ഇല്ലിക്കൊമ്പാണേ. ഇങ്ങോട്ട് വരുമ്പോൾ ഇല്ലിയൊന്നും നമ്മൾ കണ്ടില്ല. വെള്ളം കണ്ടപ്പോൾ അത് മറന്നു. അവൻ അവിടെ എത്തി. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കുന്ന്, ആ കുന്നിൻ്റെ ചെരുവിൽ കൃഷി ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഇങ്ങനെ പൂട്ടിയിട്ടതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതേ 2 ഹട്ട് പോലെ ഒരു സാധനമൊക്കെ കാണുന്നുണ്ട്. അതെന്തിനുണ്ടാക്കിയതെന്ന് അറിയില്ല. കണ്ട 1 2 ഇതെന്തായിരിക്കും എന്നറിയില്ല. ഇനിയിപ്പോൾ അതൊക്കെ തപ്പി പിടിച്ച് വണ്ടിയുടെ അടുത്തേക്ക് പോട്ടെ. നമ്മളപ്പോൾ അവിടുന്ന് കയറി വന്നിട്ട് ആനങ്ങാണ്ട് വന്നാൽ കാണില്ല എന്നും പറഞ്ഞിട്ട് കയറി വന്നില്ലേ. അവിടുന്ന് കയറി വന്നിട്ട് നേരെ വന്നിട്ട് റോഡിൽ കൂടി ഒഴുകുന്ന 2ാമത്തെ പുഴയിലാണ് കേട്ടോ. ആദ്യത്തെ പുഴ നമ്മൾ അവിടുന്ന് കണ്ടല്ലോ, ഒരു 2ാമത്തെ പുഴ. അപ്പോൾ വണ്ടി അപ്പുറത്തേക്ക് കടത്തണമെങ്കിൽ ഇത് അപ്പുറത്ത് കടത്തി വെച്ചിട്ടുണ്ട്. ഇത് റോഡ് തന്നെയാണ്, നമുക്ക് കൊണ്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ പേടി, അവിടെ എങ്ങാണ്ട് ഒഴുക്കുണ്ടെങ്കിൽ ഞാനും കുട്ടിയും ഒക്കെ കൂടി അവിടെ എത്തൂലേ. അപ്പോൾ ഞാൻ ഒരു ചേട്ടൻ്റെ അടുത്ത് ഇവിടുന്ന് വണ്ടി അപ്പുറത്തേക്ക് ആക്കി തരാൻ പറഞ്ഞു. അവർക്ക് ഇവിടെ ശീലമാണല്ലോ, നമുക്കല്ലേ പറ്റാത്തുള്ളൂ. അപ്പോൾ അവരങ്ങോട്ട് ആക്കി തന്നു. അപ്പോൾ എന്താ പറഞ്ഞേ, അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ വീഡിയോയിൽ വരുന്നത് വലിയ ഇഷ്ടമൊന്നും ഇല്ലെങ്കിലോ, വേറൊരു വണ്ടിയാണ് നിൽക്കുന്നില്ല. അപ്പോൾ ഇഷ്ടമില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അവരെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. പാവങ്ങൾ ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. അതാണ് ഇവിടുത്തെ ഒരു ഗുണം. അച്ഛൻ ചേമ്പിൻ്റെ ഇല കണ്ടിട്ടുണ്ടോ? ചേമ്പിൻ്റെ ഇല, അതിൽ വെള്ളം വെച്ചങ്ങനെ മുത്തുമണി പോലെ വരും. ആ അപ്പോൾ അവിടുന്ന് വന്ന് നമ്മൾ അവിടെ പോയത്, അവിടെ. അപ്പോൾ അവിടെ നിന്നുള്ള പുഴയുടെ കാഴ്ച ബാക്ക് ക്യാമറ ഇട്ടും കാണിച്ചില്ല. പിന്നെ അവിടെ ഉരുളൻകല്ലുകൾ പെറുക്കാണ്. അപ്പോൾ അത് കണ്ട ആ പുഴ നമ്മൾ അങ്ങാണ് പോയത്. അതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങ് പോയി അവിടെ ആ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ടാണ് നമ്മൾ അവിടുത്തെ വെള്ളച്ചാട്ടം എടുത്തത്. അപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ പതഞ്ഞൊഴുകി വന്ന് ഊതയാറായിട്ടാവും നിൽക്കണേ. എന്നിട്ട് ഈ റോഡിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി പോയിട്ട് കണ്ട വെള്ളം ചാടുന്ന നല്ല സൗണ്ടും. ഇവിടെ ഫോണിന് റേഞ്ച് ഉണ്ടോയെന്നൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും ഇതെല്ലാം എടുത്ത് കൂടി ഒന്ന് കാണിക്കാം. ഞങ്ങൾ കണ്ടിട്ടില്ല. അടിപൊളി. എന്നിട്ട് തന്നെ താഴേക്ക് പോയിട്ട് നമ്മൾ അവിടെ നിന്നൊരു റോഡ് മുറിച്ച് കടന്നു വന്നില്ലേ, അങ്ങോട്ടെത്തുണ്ടാവും. നല്ല വർഷക്കാലം വരുമ്പോൾ അപ്പുറം ഊരിലുള്ളവർ, അതായത് പൂതിയാറ് ഇടവാണി ഊരിലുള്ളവർ എങ്ങനെയാണ് ഇപ്പുറത്തേക്ക് വരികയെന്നൊന്നും നമുക്കറിയില്ല. അതിനെ പറ്റിയൊക്കെ നമുക്ക് അറിഞ്ഞു വരുന്നേ ഉള്ളൂ കേട്ടോ. അതായത് ഇപ്പോൾ ഇത് കണ്ടതന്നെ ഇപ്പോഴല്ലേ, ഇവിടെ വന്നിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ പൂതിയാർ വന്ന സ്ഥലം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. നമ്മൾ നേരിട്ട് കണ്ടു. എത്തില്ല, അത് പൂതിയാർ തന്നെ ഇടവാണി അങ്ങോട്ട് പോകണുള്ളൂ. ഇവിടെ ഒരുവിധം ഒഴുക്കുണ്ട് കേട്ടോ. വണ്ടി എങ്ങാണ്ട് ഞാൻ എടുത്തതായിരുന്നെങ്കിൽ ഞങ്ങൾ താഴെ കിടന്നിട്ടുണ്ടാവും. ഇത് കല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പെറുക്കിക്കൊണ്ടേണ്ടി വന്നിട്ടുണ്ടാവും. അച്ഛ പോവാ 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 പോവാ. വെള്ളം കണ്ട കേറില്ല അവൻ.
അവിടുന്ന് വിട്ട് വന്ന് നമ്മൾ മൂന്നാമത്തെ പുഴ എത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ പുഴയുടെ ഇവിടെ എത്തിയിട്ട് വെയിറ്റ് ചെയ്തു. ആരെയും അങ്ങോട്ട് വണ്ടി കടത്തി വിടാൻ വേണ്ടിയിട്ട് ആരും കാണുന്നുണ്ടായില്ല. അപ്പോൾ 2 പെൺപിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പിള്ളേർ നമുക്ക് വണ്ടി ഇങ്ങോട്ട് കടത്തി തന്നു. അപ്പോൾ നമ്മളിത് ഈ പുഴഞ്ഞ് നമ്മൾ നടന്നു കയറുന്നത്. നല്ല ധൈര്യമുള്ള ഒരാളും ധൈര്യമുള്ള ഒരുവനും ആണല്ലോ എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ നടന്ന് കയറാം. വണ്ടിയും കൊണ്ടൊന്നും ഇവിടെ കയറാനുള്ള ധൈര്യം കേട്ടാ. അപ്പം മലയങ്ങാണ്ട് അവിടെ നിന്ന് ഇടിഞ്ഞാൽ ഒക്കെ കൂടി ഇപ്പം താഴെ എത്തും. അവിടെ സ്പീഡിൽ പോകണം. പച്ചപ്പോടാ ഈ പുഴയുടെ ഒരു ഭാഗം കണ്ടത് അമ്പത്തൊന്ന് വരുന്നത്. ജീപ്പ് ജീപ്പ് അല്ല ജീപ്പ് ശരി ഒരു ജീപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ പറയായിരുന്നു ജീപ്പ് ഞാൻ ഇങ്ങോട്ട് കറക്കണമായിരിക്കും. അവർക്ക് ഇങ്ങോട്ട് കറക്കണമെങ്കിൽ ജീപ്പ് പോകുന്നു. വെള്ളത്തിൽ കൂടി ജീപ്പ് കടന്നു പോയി. അവിടെ കണ്ട് അതേപോലെ തന്നെ വെള്ളം പതഞ്ഞ് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വണ്ടീൻ്റെ ഒട്ടി കയറിയിരിക്കുകയാണ്. അപ്പോൾ മുന്നോട്ട് ഇനിയും പോവാം. കുറച്ച് ദൂരം കൂടി പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സമയം 1 മണി ആയി. അപ്പോൾ നമുക്ക് ഈ കുപ്പിയിൽ കൈ കഴുകാനുള്ള വെള്ളം പിടിക്കാം. അതായത് വേറെ വെള്ളം പിടിച്ചിട്ടുണ്ട്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കുടിവെള്ളമാണ് കേട്ടോ, നല്ല ഒറിജിനൽ വെള്ളമാണ്. ഞാനിത് ഈ കുപ്പിയിൽ എന്ത് തണുപ്പറിയാം, ഐസ് വാട്ടർ പോലെയുണ്ട്. ഹായ് വെള്ളം നിറഞ്ഞു. ചെറിയ കുപ്പിയാട്ടാ. വെള്ളവും പിടിച്ച് വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ എനിക്കും ദാഹം, അച്ഛനും ദാഹം. കുപ്പിയിൽ വെള്ളം കണ്ടതല്ലേ, നമുക്ക് കുപ്പിവെള്ളം കുടിച്ചാണല്ലോ ശീലം. അപ്പോൾ അവന് ദാഹം. അപ്പോൾ പകുതി കഴിഞ്ഞു. അത് നല്ല തണുത്ത വെള്ളട്ടാ. ഞാൻ കുറച്ചും കൂടി നിറയ്ക്കാൻ വേണ്ടി വന്നിരിക്ക. വീണ്ടും നിറച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ സ്ഥലമില്ല, വെയിൽ. കുറേ അവിടെ എവിടെയും പോയിട്ട് കഴിക്കാം. നമ്മളപ്പോൾ പുഴയൊക്കെ കഴിഞ്ഞിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കേട്ടോ കാടൊക്കെ സന്ധ്യയായ, അതാണ് 5 മണിയൊന്നും ആയാൽ അങ്ങോട്ട് പിന്നെ വരാൻ പറ്റില്ല എന്ന് പറയണത്. അത്ര കാടല്ലേ, ഫുൾ മലകളും. എങ്കിലും ദൂരം ഒരു ആനേനെങ്കിലും കാണണേ എന്നാണ് വിചാരിക്കുന്നത്. കാണുമല്ലേന്നൊന്നും അറിയില്ല കേട്ടോ. ആനപ്പിണ്ട ഉണങ്ങിയതാണ് ഈ കാണുന്നത്. ആനേനെ കണ്ടില്ലെങ്കിലും പിണ്ടെങ്കിലും കണ്ടല്ലോ മതി. നമ്മളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അതായത് ആ പുഴയല്ല, അത് പുഴയല്ല, അതായത് ഈ പാറക്കെട്ടൊക്കെ ഇല്ലേ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളവും ഒക്കെ കൂടി ആയിട്ട് ഇത് റോഡിൽ വെള്ളം ഒഴുകി വരുന്നുണ്ട്. അയ്യോ, ഏതോ ഒരു കാടിൻ്റെ ഉള്ളിലൊക്കെ പോയ പോലെ ഇല്ലേ, പേടിയാവണൊക്കെ ഉണ്ട്. അച്ചൂട്ടി അവിടെ പോയി വെള്ളത്തിൽ കളിക്കുന്നുട്ടാ. മലയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നതാണ്. ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോണൊക്കെ ഉണ്ട്. ഇടയ്ക്കും തലയ്ക്ക് ഓരോരുത്തർ പോണൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്കും തലയ്ക്ക് ഓരോ വീടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്രയ്ക്ക് പേടിക്കാനൊന്നുമില്ല. എങ്കിലും ഇങ്ങോട്ട് വരണമെങ്കിൽ നല്ല ധൈര്യം തന്നെ വേണം. കണ്ടില്ലേ, അവിടെ നമുക്ക് വീട്ടിലെടുത്തപ്പോൾ ഒരു ഇരുട്ട് മൂടി അന്തരീക്ഷമൊക്കെ അല്ലായിരുന്നോ. അപ്പോൾ ഈ വെള്ളം എവിടുന്നാണ് വരുന്നത് നമുക്ക് നോക്കാം. അവനവിടുന്ന് കൈ കാണിക്കാം, അവനും കൈ കാണിച്ചതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ നടക്കുന്നത് ഒരു വെള്ളത്തിൽ കൂടി തന്നെയാണ്. ഇതൊക്കെ റോഡാണ് കേട്ടോ. ഇത് മേലെന്ന് ഒഴുകി വരുന്നേ. വെറുതെ അല്ല, അവിടെ ഒരു പുഴയുണ്ട്, അതാണ്. വെറുതെ അല്ല അച്ഛനെ കാണാണ്ടായത്. 3 എണ്ണം കഴിഞ്ഞു. ഇത് 4ാമത്തെ പുഴയ്ക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞാനിവിടുന്ന് കുറേ എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ വീഡിയോ ഓണല്ലായിരുന്നു. 2ാം പ്രാവശ്യം ഇങ്ങോട്ട് കയറിയിട്ട് അപ്പത്തിനും വണ്ടി അപ്പുറത്തേക്ക് കടത്തിയിട്ടു കേട്ടാ. അതായത് ഇവിടെ കടത്താൻ പ്രയാസം ഉണ്ടായിരുന്നില്ല, കാരണം നിരന്നാണ് ഒഴുകുന്നത്. ഇടയിലുള്ള കുത്തൊഴുക്കൊന്നുമില്ല, അതുകൊണ്ട്. അപ്പോൾ ദേ 4ാമത്തെ പുഴ. പുഴയല്ല, ചോല. പുഴ എന്ന വായയിൽ വരുന്നത്. പിന്നെ എങ്ങനെ പതഞ്ഞൊഴുകുന്ന വെള്ളം.
അവിടെ മുകളിൽ ആൾക്കാർ കുളിക്കണൊക്കെ ഉണ്ട് കേട്ടാ, ഏറ്റവും ടോപ്പിൽ. പക്ഷെ കാണില്ല, കുളിക്കണ കാണാനല്ല അവിടെ ആൾക്കാർ നിൽക്കുന്നതൊക്കെ കാണില്ല. അപ്പം ഇത് 4ാമത്തെ ചോല. ഇത് ആൾക്കാർ കൊണ്ട് പാത്രമൊക്കെ കഴുകുന്നു തോന്നുന്നു, മുട്ടത്തോടൊക്കെ കൊടുത്തിട്ടുണ്ട്. മീനിന് തിന്നാൻ കൊടുത്താണോന്ന് അറിയില്ല. നമ്മൾ ആ പുഴയും കടന്നു കയറി പുഴയില്ലാ ചോല. ഇവിടെ ഒരു വീടുണ്ട്. ഇതുണ്ട് ഒരു വീട്, കുഞ്ഞു വീട്. ഒരു നായ അവിടെ സുഖമായി കിടന്നുറങ്ങുന്നുണ്ട് മരത്തിൻ്റെ ചോട്ടിൽ. ഇതാടൊക്കെ അടച്ചുന്നത് നോക്കി നിൽക്കണല്ലേ. നല്ലൊരു പൂവ് വേണ്ട. ആ ശരി. ഇതൊരു വീട്. ഇങ്ങനെ വീടുകളും കൃഷിത്തോട്ടങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല, ധൈര്യമായി വരാട്ടാ. മലഞ്ചെരുവിലാണ് ഇവരുടെ വീടും സ്ഥലങ്ങളൊക്കെ. വീട്ടിൽ ആ അവിടെ മുന്നിലൊരു കുഞ്ഞു വീട്, ഒരു അപ്പൂപ്പൻ, ഒരു പട്ടിക്കുട്ടി ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ആടിനെയൊക്കെ വളർത്തുന്ന, ആടിനെയും പശുവിനൊക്കെ കെട്ടുന്ന കൂടും സ്ഥലങ്ങളൊക്കെയാണ് തോന്നുന്നു. അയ്യോ, ഇവിടുത്തെ മൃഗങ്ങളുടെ ഇടയിൽ ഇവരെ എങ്ങനെയാണാവോ ജീവിക്കണേ. ചേമ്പ്, വാഴ എല്ലാം ഉണ്ട് കേട്ടോ. ആ വീട്ടിലത്തെ പട്ടിക്കുട്ടീനോട് എന്താണെന്ന് ചോദിച്ചതേ ഉള്ളൂ. അതാ ഓടിക്കൊണ്ട് കിടന്നിട്ട്. കുഞ്ഞു മാവേ പോവാ പോവാ. അതിൻ്റെ ഓണർ അപ്പൂപ്പൻ നോക്കുന്നുണ്ട്. ചാറ്റാ ചാറ്റാ, കുഞ്ഞു പാവ ചാറ്റാ. അതൊരു വീട്. പിന്നെ ഇതൊരു വീട്. ആ അങ്ങനെ വീടുകളുള്ള സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചാണ്. ഇനി തിരികെ പോയി വണ്ടി എടുത്ത് വെക്കേട്ടാ. അയ്യോ, ഒരു ചെടി നോക്ക്. ഇതെന്തൊക്കെ കളറാ! ഇത്രയും കളറുകൾ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഒരു കമ്പ് പിടിച്ചിട്ട് പോവാ. വേണ്ട വേണ്ട, നമ്മളവിടെ കൊണ്ടുപോയി കുഴിച്ചിരുന്ന് പരിപാലിക്കൂല. അവിടെ കുഴിച്ചിട്ടാ പോണ വഴിയിലൊരു കുഞ്ഞു പാറ, അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റുന്ന നോക്ക്. കണ്ട, കുറച്ചും കൂടിയൊക്കെ മഴക്കാലത്ത് നല്ല ഒഴുകിയിരുന്ന സ്ഥലമായിരിക്കും. ഇപ്പോൾ വെള്ളം ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുക. നല്ലൊരു സ്വർഗത്തിലാണ് നമ്മൾ എത്തിക്കുന്നത് കേട്ടാ. ആ ഒരു ഭാഗം മാത്രമല്ല, ഇവിടെ ഫുള്ളും ഇങ്ങനെ വെള്ളം ഉറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറമൊക്കെ വീടുണ്ട് കേട്ടോ, 1-2 വീടൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ വീട്ടിൽ നിന്ന് ആരോ എവിടേക്കോ പോകുന്നു. താഴെ ആയിരിക്കും. നമ്മൾ ഈ വന്ന വഴികളൊക്കെ താണ്ടി വേണം അവർക്ക് അവിടെ ഒക്കെ പോവാൻ. എന്താച്ചോ ചീഞ്ചാ. നമ്മളിത് 5ാമത്തെ പുഴ എത്തി എന്നുള്ളതിൻ്റെ സിഗ്നലാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ പുഴയിൽ ഇറങ്ങാൻ പോവുകയാണേ. അവിടെ ഒരു ജീപ്പ് നിർത്തിയിട്ടിട്ടുണ്ട്, കഴുകാൻ നിർത്തിയതായിരിക്കും. അപ്പോൾ ഇത് ചെറുതാട്ടാ. അപ്പോൾ പുഴ കണ്ടപ്പോൾ നമ്മൾ വണ്ടി അവിടെ നിർത്തി. എന്നിട്ട് ഈ പുഴ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അച്ഛൻ ഇറങ്ങി ഓടുന്നത് അവിടെ പോയി നിൽക്കുന്നു. ആ അപ്പോൾ ഇതാ ഈ പുഴയുടെ റിവ്യൂ. ജീപ്പിലൊന്നും ആരും കാണാനില്ലല്ലോ. ഇതിങ്ങനെ ഒഴുകി 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 താഴോട്ട് പോകുന്നു. വെള്ളം പതഞ്ഞൊക്കെ ചാടുണ്ട്. അവർക്ക് അത്ര സ്പീഡ് ഇവിടെ കാണാനില്ല കേട്ടാ. ഇതാണ് 5ാമത്തെ പുഴ. ആ പുഴയിൽ നിന്ന് നമ്മളിതേ മോളിക്ക് കയറുന്നു. വണ്ടി അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട്. പച്ചുട്ടി വണ്ടിയുടെ അടുത്തേക്ക് ഓടി. അവന് വിശക്കണമെന്ന് പറഞ്ഞിട്ട് ചോറ് പാത്രമൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്ഥലം എത്തട്ടെ, എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെ കയറി 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 നമ്മൾ എവിടെ എത്തിയെന്നറിയോ? എടവാണിക്ക് ഇനി 22 കിലോമീറ്ററോ 0.22 നേടി എത്രയാ? 22 കിലോമീറ്റർ ആണോ? അവിടെ എത്തിയിട്ടുണ്ട്. അതായത് 5ാമത്തെ പുഴ കണ്ടില്ല, അതിൻ്റെ അടുത്ത് ഇവിടെ ഒരു അംഗൻവാടിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അവിടുന്ന് അങ്കണവാടി വെച്ച് ഇവിടെ അംഗൻവാടി നേടിയിട്ടുണ്ട്. ശരിക്കും എന്താ അങ്കണവാടിയാണോ അംഗൻവാടിയാണോ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇടവാണി നേടി വെച്ചിട്ടുണ്ട്. 0.22 കിലോമീറ്റർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാ അംഗൻവാടി. എന്തോ അംഗൻവാടി ഇന്നൊക്കെ അവധിയല്ലേ, അതായത് പണിമുടക്കായതും കൊണ്ട് ഒരു മലഞ്ചെരുവിൽ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പുറം പുഴ, ഇപ്പുറം അംഗൻവാടി.
അവിടെ മലകൾ ഇവർക്ക് മാനിനെ ഒക്കെ നേരിട്ട് കാണിച്ചു കൊടുക്കാം പിള്ളേർക്ക്. മലയുടെ മുകളിൽ മാനും മൃഗങ്ങളൊക്കെ നേരിട്ടേ കാണിച്ചു കൊടുക്കാൻ പറ്റും. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതവിടെ എന്തോ ഒരു കെട്ടിടമുണ്ട്. ഇനി ഇവിടുന്ന് കുത്തനെ ഒരു കയറ്റാണ്. ഈ കയറ്റം വണ്ടി കയറുമോയെന്നറിയില്ല. ഒരു പക്ഷേ നടന്നങ്ങ് പോണ്ടി വരും. നോക്കാം. കയറുന്നിടത്തോളം കുറച്ച് കുറച്ച് ഇങ്ങനെ കയറ്റി അങ്ങനെ നിർത്തി വീഡിയോ എടുക്കാം. മൊബൈലിന് ഒരു തുള്ളി റേഞ്ചും ഇല്ല കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ എത്തുമ്പോൾ ഒരു തുള്ളി റേഞ്ച് വരും. അപ്പോൾ ഇന്ന ആൾ വിളിച്ചു എന്ന് പറഞ്ഞ് കമൻറ്റൊക്കെ ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്. കമൻ്റല്ല, മെസ്സേജ് വരുന്നുണ്ട്. അതാരോ ആവട്ടെ, നമ്മളിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ. നല്ല ചൂട്. നമ്മളിപ്പോൾ ഒരു ജീപ്പ് നിർത്തിയിട്ടൊരു പുഴ കണ്ടില്ലേ? ആ പുഴയുടെ മേലെ ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേട്ടോ. നല്ല കാടാണ്. ഇപ്പോഴത്തെ അംഗൻവാടിയൊക്കെ ഉള്ള ധൈര്യത്തിലാണ് നിൽക്കുന്നത്. അച്ചൂട്ടിയാണ് അംഗൻവാടിയിലത്തെ കളിപ്പാട്ടങ്ങൾ നോക്കിയിട്ട് നിൽക്കുക. അവനിങ്ങനെ വീഡിയോ എടുക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞാനാണ് ഈ വീഡിയോൻ്റെ ആള്. അവൻ നിൽക്കില്ല എന്നല്ല കേട്ടാ. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ ഒരു ആന വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കുക. അങ്ങനെ വിചാരിക്കുക. അവിടെ ഏറ്റവും ടോപ്പിലൊക്കെ ഒരു ആനയെ കണ്ടപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാമായിരുന്നല്ലോ. അപ്പോൾ ഇതാണ് താഴേക്കുള്ളൊരു പുഴ. എന്തായാലും ഇവിടുത്തെ ഒരു ഭംഗി പറയാതെ വയ്യ. ഞാൻ ക്ഷീണിച്ച അവശയായി എന്നുള്ളതൊരു കാര്യം എങ്കിലും പറഞ്ഞതാ. അച്ഛൻ പിന്നെ ചെറിയ കുട്ടിയായതുകൊണ്ട് അവന് വലിയ ക്ഷീണം പറയാനില്ല കേട്ടോ. അവന് ഇവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും കഴുകാൻ, പാത്രം കഴുകാൻ വെള്ളവും പുഴയും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാം. അച്ചടാ, ഒരു കാട്ടുപൂവ് നിൽക്കണത് നോക്ക്. ഈ പൂവ് വള്ളിയാണ് കേട്ടാ. ബിരിയാണി നിൽക്കണോണ്ട് വിരിഞ്ഞതും ഉണ്ട്. എന്ത് രസാ കളറ്, നല്ല വെള്ള. ഈ കളർ ഒരു ചുരിദാർ വാങ്ങിക്കണം. എന്ത് രസാ. ഒരാൾ അവിടുന്ന് നോക്കുക ഞാൻ എന്താ ചെയ്യണമെന്നും പറഞ്ഞിട്ട് റോഡിൽ നിൽക്കുക. ഞാൻ ആ ചൂട്ടിയും കൂടി ഇവിടെ റോഡിലിരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. അവൻ കുറച്ച് അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇഡലിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ കണ്ട ഒരുത്തി വന്നിരിക്കണേ ഞങ്ങളുടെ ഒപ്പം. അപ്പോൾ അതിന് ഫുഡ് കൊടുത്തു. ഫുഡ് മീൻസ് ഒരു ഇഡലിയൊക്കെ കൊടുത്തിട്ടോ. ഇങ്ങനെ കഷ്ണം ഞങ്ങൾ കഴിക്കുന്നതിനനുസരിച്ച് കഷ്ണം മുറിച്ച് ഓരോന്ന് ഇട്ട് കൊടുത്തു. അത് കഴിച്ചു. ആ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ നായ ഞാൻ കഴിക്കുന്നിടത്ത് ഇരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ പാവം അതിന് കുറച്ച് കൊടുത്തൂടെ എന്നൊന്നും ചോദിക്കേണ്ട. കൊടുത്തു കഴിഞ്ഞു. ആ സ്നേഹം കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ ഇവിടെ പുഴയുണ്ടല്ലോ. ആ പുഴയിൽ പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ എടുക്കാം. അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ കുത്തനുള്ള ഈ കയറ്റുണ്ടല്ലോ, അത് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതെന്തായാലും വണ്ടിയും കൊണ്ട് കയറാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ കുറച്ച് മുന്നിലേക്ക് ഇങ്ങനെ പോയി നോക്കാം നമുക്ക്. അവിടെ ഊരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എടവാണിയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എടവാണി 22 എന്ന് പറഞ്ഞാൽ അവിടുന്ന് അനങ്ങിയിട്ടുണ്ടാവും. അവിടെ കുറേ നേരം ഇരുന്നു. എന്നിട്ടിപ്പോൾ പതുക്കെ ഇങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് കുത്തനെയുള്ള കയറ്റാൻ നോക്ക്. നല്ലൊരു മലയുടെ മുകളിലായിരിക്കുന്നു. അവിടെ കുറേ വീടുകൾ കണ്ടു. പോയി നോക്കാം. കണ്ട് ഒരു കാട്ടുപൂവുണ്ട്, കാണിച്ചുതരാം. റോഡ് സൈഡിലുള്ള ഒരു കാട്ടുപൂവാണ് ഈ കണ്ണേട്ടാ. നല്ല റെഡ് കളറ്. അവിടങ്ങളിലൊക്കെ ഉണ്ടാവുമായിരിക്കും. എങ്കിലും കണ്ടപ്പോൾ നല്ല ഭംഗി. കണ്ട മുന്നിക്കുള്ളൊരു വ്യൂ. അതിൻ്റെ അവിടെ കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ട്. പോയോക്കാം. ഇതെന്തിൻ്റെ തോടാ? ഇതെന്തിൻ്റെ തോടാണാവോ? ആ, ഇവിടെ റോഡിൽ നിന്ന് കിട്ടിയതാട്ടാ. പൊട്ടിയിട്ടിട്ട് എന്താ മല. കാലി കുത്തും ചിലപ്പോൾ അതിൻ്റെ അറ്റം. ആ മലയുണ്ടല്ലോ, അത് അപ്പുറത്ത് കണ്ട മല. അതിൽ കോട ഉണ്ടായിരുന്നു കുറച്ച് നേരത്തെ. ഇപ്പോൾ കോടയൊന്നും കാണാനില്ല കേട്ടാ. ഇവിടെ റേഞ്ചില്ല. നമ്മളെ രാവിലെയൊക്കെ തൊട്ട് കാണാണ്ടായതാണ്. അപ്പോൾ നമ്മുടെ ആൾക്കാരാരെങ്കിലും വിളിക്കുമ്പോൾ വിചാരിക്കും ഇവരിത് എവിടെയാണ് പോയതെന്ന്. ഇത്രയും റേഞ്ചില്ലാത്ത സ്ഥലമാണ് ഇവിടെ നിന്ന് നമ്മൾ അറിഞ്ഞുമില്ല. അതേ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. കുനിഞ്ഞ് കയറുന്നു. വണ്ടി ഇങ്ങോട്ട് കയറ്റിയാ നമ്മുടെ നടു ഒടിഞ്ഞിട്ടുണ്ടാകും. കുറച്ച് വീടുകളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. എവിടെ
പൂവിൽ നോക്ക്. തേനീച്ച ഇതന്നല്ലേ ഈ പൂവിലല്ലേ തേൻ കുടിക്കാൻ ഇഷ്ടംപോലെ പൂക്കളുണ്ടല്ലോ തേൻ കുടിക്കാൻ. പോവാ അങ്ങനെ ദേ നമ്മുടെ ഒരു ഊരിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കട്ടെ കേട്ടാ. ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതി പുതൂർ ഇടവാണി റോഡ്. ഓ, ആ റോഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇടവാണി ഊര്. നമ്മൾ അവസാനം ഇടവാണി ഊരിക്ക് എത്തിയിരിക്കുകയാണ്. ഇതെന്താ വീടുകളൊക്കെ അവിടെ മുറ്റത്ത് പ്രാവ് എന്തൊക്കെയോ കൊത്തി തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. പുഴയൊക്കെ കടന്ന് നല്ല കാപ്പിത്തോട്ടമൊക്കെ കണ്ട് നമ്മളിങ്ങനെ വരുന്നുണ്ട്. വാച്ചോ, നമ്മൾ എൻ്റെ എത്തിയിരിക്കുകയാണ് കേട്ടാ. ഈ റോഡിൻ്റെ എൻഡ്, ഇടവാണി റോഡിൻ്റെ എൻഡ്. ഇനിയൊക്കെ കാട്ടുവഴികളാണ്. അപ്പോൾ അവിടെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ ഇത് കാണിച്ചു തരാം കേട്ടോ. പിള്ളേരൊക്കെ അവിടെ ഓടി ഓടി കളിക്കുന്നുണ്ട്. ഈ റോഡ് അത്ര തന്നെ ഉള്ളൂ. കുറച്ച് വെള്ളം ചട്ടി വീഴണ്ട, ഇത്രയേ ഉള്ളൂ. അവസാനം മുകളിലെത്തി. അതിൽ കൂടി ഇങ്ങനെ കയറി 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 വന്നിട്ട് നമ്മൾ റോഡിൻ്റെ എൻഡ് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചിങ്ങനെ കുഞ്ഞു കുഞ്ഞു വഴികളാണ്. അപ്പോൾ അവിടെ ഈ റോഡിൻ്റെ ഈ താഴെ ഇത് കൂടി പോയാൽ പിന്നെ ഗലസി തുടുക്കി എന്നൊക്കെ പറഞ്ഞ സ്ഥലം കണ്ടല്ലോ, അങ്ങോട്ട് പോകാൻ പറ്റും. പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിൽ ആൾ വേണം കൂടെ. നമുക്ക് നടന്ന് തന്നെ പോകണം, വണ്ടി പോവില്ലല്ലോ. അതും കൊണ്ട് അപ്പോൾ ക്യാമറ തിരിച്ച് പിടിച്ചിട്ട് ഈ ഊര്, അതായത് ഇതിപ്പോൾ ഏതെങ്കിലും സ്ഥലം വെച്ച് നമ്മൾ ഇടവാണി ഊര് കാണിച്ചു തരാം. ക്യാമറ തിരിച്ച് പിടിക്കട്ടെ. പൂച്ച അത് ഊരത്തെ ആൾക്കാരല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആരാണോ വന്ന് വരിക. പാവം വയ്യാത്തൊരു പൂച്ചയാണ്, നടക്കാൻ വയ്യ. അത് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളപ്പോൾ ഇങ്ങനെ വരിക. ബാക്കിൽ നിന്ന് എന്തോ ഒരു അസുഖം. കാലാണോ? ആ, നടക്കുന്നുണ്ടോ? ഇതാണ് എൻ്റെ കേട്ടാ, ഈ ഊരിൻ്റെ എൻ്റെ അല്ല. വീടുകൾ ഇത്ര വരെയൊക്കെ ഉള്ളൂ, പിന്നൊക്കെ കാട്ടുവഴികളാണ്, നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് നടന്ന് വന്ന വഴികൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയിട്ടൊന്ന് കാണിച്ചു തരാം. ഊരൊന്നും കാണാത്ത ഒരുപാട് പേരില്ലേ താഴെ ഭാഗങ്ങളിലൊക്കെ. അട്ടപ്പാടിക്കാർ കണ്ടാൽ വിചാരിക്കും ഓ ഇവളുടെ ഒരു ഊര് കാണിക്കലെന്ന്. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ആരും ഊരൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇതാണ് ഒരു ഊര്, ഇടവാണി ഊര്. ഇവിടുത്തെ വീടുകളും മരങ്ങളൊക്കെ കണ്ട. ആട്ടുംകൂട് ഇവരുടെ പ്രധാന വരുമാന മാർഗമൊക്കെ തന്നെയാണ്. ആട്, കോഴി. ഇത് അത് ആട്ടിൻകൂടാടാ. അവിടെ കണ്ട, അതൊക്കെ ഒരു ആടിൻ്റെ കൂടാണ്, ആട്ടിൻകൂട്. ഇതാണ് ഊരത്തെ വീടുകൾ. ഒരു കുഞ്ഞു വാവമാണ്. പോവാ. ഇവിടെ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നല്ലൊരു ഊര് കണ്ടു, ഇടവാണി ഊര്. ഒരു മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് കാണുന്ന ഒരു മലയുടെ കാഴ്ച കണ്ടാ അച്ചു, നടുവിൽ കുറച്ച് പച്ചപ്പ് മലയുടെ നോക്ക്. അങ്ങനെ ഊരത്തെ വീടുകൾ കഴിഞ്ഞു. ഇതിൽ കാണിക്കാത്ത കുറച്ച് വീടുകളൊക്കെ കാണുമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ ഒരു മണിക്കൂർ എടുക്കുന്നുണ്ടാവും. ഇങ്ങോട്ട് വന്ന അത്രയും കയറ്റല്ലല്ലോ, അങ്ങോട്ട് ഇനി ഇറക്കമല്ലേ, അതുകൊണ്ട് സ്പീഡിലെത്തും. അപ്പോൾ പതുക്കെ ഇനി കാഴ്ചകളൊക്കെ കണ്ട് അപ്പോൾ കടന്നു വന്ന 5 പുഴകളൊക്കെ കടന്നാണ്. പുഴയല്ല, എൻ്റെ വായിൽ എപ്പോഴും പുഴ എന്ന് തന്നെ വരുന്നത്. ചോല, കാട്ടുചോല എന്ന് തന്നെ വേണം പറയാൻ.
അപ്പോൾ അതൊക്കെ കടന്നിട്ട് വേണം ഇനി തിരിച്ചു പോവാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിച്ചല്ല ചുസേ. അങ്ങനെ രണ്ടാളും ഒരു കോലം ആയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കൊടുന്ന് കഴിച്ചെങ്കിലും വീട്ടിലിരുന്ന് റെസ്റ്റ് എടുത്ത് കഴിക്കും പോലെയൊന്നും വരില്ലല്ലോ. അങ്ങനെ നല്ലൊരു ഊര് നമ്മൾ ഇന്ന് കണ്ടു. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ, ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പക്ഷേ ബായ്. പക്ഷെ ഇതേ വീഡിയോ ആയിക്കൊള്ളണമെന്നൊന്നും ഇല്ല കേട്ടാ. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അത് പാറക്കല്ല്. അതാ അങ്ങനെയാണോ? അത് പാറക്കല്ല്. മലയ്ക്ക് നോക്കിയിട്ട് അവിടെ എന്തോ ഒരു കറുപ്പ് കളറുന്ന്, അതായത് നല്ല ഭംഗിയാണ്. ഇവിടുന്നാണ്ട് ദൂരേക്ക് കണ്ണെത്താ ദൂരത്തോളം കാഴ്ചയല്ലേ കിടക്കണേ. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.